ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈ ലാസ്റ്റ് ടച്ചസ് എന്ന പോയട്രീൻ്റെ സമ്മറി ആൻഡ് അനാലിസിസ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ സെക്ഷൻ ഒന്ന് നോക്കാം. ലൈൻ 1 to 15. ഇതിൻ്റെ തുടക്കത്തിൽ സ്പീക്കർ ഒരു ഇംപ്ലൈഡ് ലിസണറിനോട് പറയാണ്, നിങ്ങളെവിടെ ഇരിക്കൂ, എന്നിട്ട് എൻ്റെ ലാസ്റ്റ് ടച്ചസിൻ്റെ ഈ ഒരു ലൈഫ് സൈസ് പെയിൻറ്റിങ് നിങ്ങളൊന്ന് നോക്കൂ. ഇംപ്ലൈഡ് ലിസണർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തിൽ ആരാണ് ലിസണർ എന്ന് വ്യക്തമല്ല. അയാളുടെ പേരോ അയാൾ എന്താണ് ചെയ്യുന്നുള്ളതോ എന്നോ വ്യക്തമല്ല. ലൈഫ് സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ രൂപവുമാണ് ഈ ലൈഫ് സൈസ്ഡ് എന്ന് പറഞ്ഞാൽ. ഒരു വാളിൽ ഈ സ്പീക്കറിൻ്റെ ലാസ്റ്റ് ടച്ചസ്, ലാസ്റ്റ് മീൻസ് ഇവിടെ തൊട്ട് മുമ്പത്തെ എന്നാണ് അർത്ഥം വരുന്നുള്ളത്. അയാളുടെ ജീവിതത്തിൽ തൊട്ട് മുമ്പത്തെ ഡച്ചസിൻ്റെ ഫോട്ടോ വാളിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലിസണറിനോട് പറയുകയാണ്, നിങ്ങളവിടെ ഇരിക്കൂ, എന്നിട്ട് എൻ്റെ ലാസ്റ്റ് ടച്ചസിൻ്റെ പെയിൻറ്റിങ് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ മൈ എന്നുള്ളത് ഇറ്റ് സിഗ്നിഫൈസ് പൊസഷൻ. ഈ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുള്ളത്, ഹി സീസ് ദാറ്റ് ഷീ ഈസ് മൈ ലാസ്റ്റ് ടച്ചസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഷീ ഈസ് നോ മോർ. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, അത് ഇവിടെ വ്യക്തമല്ല. ഡിഡ് ഷീ ഈസ് ഡീസീസ്ഡ്, അവൾ മരിച്ചു പോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ വല്ല കോൺവെൻറ്റ് മഠത്തിലോ മറ്റോ അവളെ ചേർത്തിട്ടുണ്ടാവോ, എന്തായാലും അതിവിടെ വ്യക്തമായി പറയുന്നില്ല. ആൻഡ് ഈ സ്പീക്കർ പറയുന്നുണ്ട്, പെയിൻറ്റിങ് ഒരു കേർട്ടൻ്റെ പിറകിലാണ് ഉള്ളത്. അത് ഞാൻ ഇതുവരെ ഒരാൾക്കും തുറന്ന് കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് മാത്രമാണ് ഞാനത് തുറന്ന് കാണിക്കുന്നുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സ്പീക്കർ, അതായത് നമ്മുടെ ഡ്യൂക്ക് എന്നുള്ളത് ഒരു കൺട്രോളിങ് പേഴ്സൺ ആണ്. അവളെ കർട്ടൻ്റെ പിറകിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ കൺട്രോളിങ് പേഴ്സൺ. അവന് കൺട്രോളിങ് ചെയ്തിട്ട് അവൻ്റെ വലയിലാണ് അവളെ നിർത്തിയിട്ടുള്ളത് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. ഈ നോട്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലാക്കിൽ എഴുതിയിട്ടുള്ളത് ഈ മീനിങ്ങും റെഡിൽ എഴുതിയിട്ടുള്ളത് അനാലിസിസുമാണ്. ഫസ്റ്റത്തേൽ ഈ സ്പീക്കർ ചോദിക്കുന്ന ആ ഒരു ആസ്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. രണ്ടാമത്തത് കേർട്ടൻ്റെ കാര്യമാണ് പറയുന്നുള്ളത്. അടുത്തതായി ഡച്ചസിൻ്റെ ഫേസ് ലുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. ഹി സീസ് ദാറ്റ് അവളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും, ഒരു ജോയസ് ലുക്കാണ് അവളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നുള്ളത്. ആൻഡ് ഏർണസ്റ്റ് ഗ്ലാൻസ്, വിച്ച് മീൻസ് അങ്ങനെയുള്ള പേഴ്സണ് പറയുന്നതും ചെയ്യുന്നതുമായ കാര്യത്തിൽ വളരെ സീരിയസും സിൻസിയറുമായിരിക്കും. അവർ പ്രവർത്തിക്കുന്നതിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും അവൻ്റെ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളെയാണ് ഈ ഏർണസ്റ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നുള്ളത്. ഇത് ഡച്ചസും അതുപോലെയുള്ള ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കാരണം മാത്രമല്ല അവളുടെ മുഖത്തുള്ള ഈ സന്തോഷം വരുന്നുള്ളത്. സോ ഇവിടെയും നമുക്ക് ഡ്യൂക്കിന് കൺട്രോളിങ് ക്യാരക്ടർ കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം പറയുന്നുള്ളത്, അദ്ദേഹം കാരണം മാത്രം അദ്ദേഹത്തിൻ്റെ വൈഫിന് സന്തോഷം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു സമയത്ത് സ്പീക്കർ ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണിനെ പോലെയാണ് ഇവിടെ കാണുന്നുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ 2 ലൈൻസ് 16 to 24. ഇവിടെ അദ്ദേഹം ഡച്ചസിൻ്റെ മുമ്പത്തെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരോടും ഭയങ്കര എളിമയോടുകൂടി സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ഹസ്ബൻഡിൻ്റെ ഒരു സംശയരോഗിയായ ഹസ്ബൻഡിനെയാണ് നമുക്കിവിടെ കാണുന്നുള്ളത്. ഷീ ഈസ് ടു ഇംപ്രസീവ്, കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ. അവളെ ചുറ്റുമുള്ള ആൾക്കാരെ എപ്പോഴും സന്തോഷിപ്പിക്കാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ക്വാളിറ്റി ഡ്യൂക്കിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഫ്രാ പാൻഡോൾഫിനെ പോലെ ഒരാൾ അവളോട് വന്നിട്ട് നിൻ്റെ റിസ്റ്റ്, നിൻ്റെ കൈത്തണ്ടകൾ, നിൻ്റെ ഷാള് കാരണം കൂടുതൽ മറയുന്നുണ്ട്, അതിനൊന്ന് നേരെയാക്കൂ എന്ന് പറയുന്ന സമയത്ത് ഷി വുഡ് ബ്ലഷ്. അവളിങ്ങനെ സന്തോഷത്തോടെ ഒരു നാണം കുണുങ്ങി അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. പക്ഷേ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു സംഭവം. ദാറ്റ് മീൻസ് ഷീ ഈസ് ബ്ലഷിങ് ഫോർ അതേഴ്സ്. ഞാനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അവൾ ബ്ലഷ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്നത് ഹി വാസ് ദ പെയിൻറ്റർ ഓഫ് ദാറ്റ് പെയിൻറ്റിങ്സ്. ആൻഡ് ഓൾസോ ഹി സീസ് ഒരു കോമൺ കേർട്ടസി എന്ന് പറയുന്നൊരു സംഭവമില്ല, ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നൊരു സംഭവം, അതും അവളിൽ കാണുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. മീൻസ് മറ്റുള്ളവർ അവളോട് കുറച്ച് പൊളൈറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൈൻഡ്നെസ്സോട് കൂടി പെരുമാറിയാൽ അവളങ്ങോട്ടേക്ക് കൂടുതൽ റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവരോട് സംസാരിക്കും. അവളുടെ നില നോക്കാതെ, അവളുടെ ഒരു സ്റ്റാറ്റസ് നോക്കാതെ അവളങ്ങോട്ടേക്ക് പെരുമാറും. ഈ ഒരു കോമൺ കേർട്ടസി, ഒരു സാധാരണ മനുഷ്യനുണ്ടാവേണ്ട ഒരു സാധനം അവളിൽ കാണുന്നതും ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
അവൾ ടു സൂൺ ഗ്ലാഡ് ആവുന്നുള്ള ഒരാളാണ്, പെട്ടെന്ന് തന്നെ സന്തോഷം വരുന്നുള്ള ഒരാളും ടു ഈസിലി ഇംപ്രസീവ് ആവുന്ന ഒരാളുമായിരുന്നു അവൾ. ആൻഡ് ഓൾസോ അവൾ ഈ കാണുന്ന സംഭവത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു, എല്ലാ സാധനത്തിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അവൾ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹീ ഈസ് എ സൈക്കോട്ടിക് ആൻഡ് എ കൺട്രോളിങ് പേഴ്സൺ. ആൻഡ് ഓൾസോ അവളുടെ ഈ രൂപത്തിനെയാണ് ഇപ്പോൾ അദ്ദേഹം കൺട്രോളിങ് ചെയ്യുന്നുള്ളത്. അവളുടെ ജീവിതത്തിൽ അവളെ കൺട്രോൾ ചെയ്യുന്നതിൽ അദ്ദേഹം ഫെയിലിയർ ആയിരുന്നു. സോ അവളിപ്പോൾ ജീവനോടെ ഇല്ലാത്ത സമയത്ത്, ജീവനോടെ ഇല്ല എന്ന് പറയുന്നില്ല, പുട്ടവേ അദ്ദേഹം ഒഴിവാക്കിയിട്ട് അവളെ ഫോട്ടോ വെച്ച് കൺട്രോളിങ് ചെയ്യുകയാണ്. മീൻസ് അദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ് ആണ് അവിടെ കിട്ടുന്നുള്ളത്, ഡ്യൂക്കിൻ്റെ ഹാപ്പിനെസ് ആണ് നമുക്കിവിടെ കാണുന്നുള്ളത്. അവളുടെ ഹാപ്പിനെസ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു ഡ്യൂക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് സെക്ഷൻ 3 ലൈൻസ് 25 to 35. ഇതിൽ ഡച്ചസിൻ്റെ ഫ്ലോസ്, അവളുടെ ന്യൂനതകളെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ഹി സേസ് ദാറ്റ് അവളുടെ ജീവിതത്തിൽ എല്ലാ സാധനങ്ങൾക്കും അവൾക്ക് ഒരേ വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, അവളുടെ വൈറ്റ് മ്യൂൾ കോവർ കഴുത, വലത്തെ കോവർ കഴുതയ്ക്കും എ ബ്രാഞ്ച് ഓഫ് ചെറീസിനും സൺസെറ്റിനും ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു പീസ് ഓഫ് ജ്വല്ലറിക്കും അവൾക്ക് ഒരേ വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊന്നിനും കുറച്ചും കാണില്ല, കൂടുതലായിട്ടും അവൾ കാണില്ല. അതിൻ്റെ പ്രൈസ് വാല്യൂ വരെ അവൾ നോക്കില്ല. എല്ലാത്തിനും ഒരേ വാല്യൂ, അതിനൊരേ വില നൽകുന്ന ഒരാളായിരുന്നു ഡച്ചസ് എന്നുള്ളത്, വിച്ച് ഹി ഡസൻ ലൈക്ക്. ഹി ഓൾസോ സീംസ് ഇറിറ്റേറ്റഡ് ദാറ്റ് അവളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു പദവിയാണ്, എത്ര വലിയൊരു പ്ലേസ് ആണ് അവൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. ഞാൻ അവളെ മാരി ചെയ്യുന്നത് കൊണ്ട് 900 years ഓൾഡ് നെയിമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഷി ഡസൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ്. അവളുടെ പേരിൻ്റെ വാല്യൂ പോലും അവൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫാമിലിയാണ്. പണ്ട് മുതലേ ഉള്ള ഒരു രാജകീയ കുടുംബമാണ് അവനക്കുള്ളത്. ആൻഡ് ഓൾസോ എ വെൽ നോൺ ഫാമിലി ആൻഡ് എ പ്രസ്റ്റീജിയസ് ഫാമിലി. കുറച്ച് പേര് അറിയപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു അവൻ്റേത്. പക്ഷേ അവൾ അതിന് ജീവിതത്തിൽ ഒരിക്കലും താങ്ക്ഫുൾ, അവനോട് ഒരു നന്ദി പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ അവൾക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം സൺസെറ്റിനെ നോക്കുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഗെറ്റ്സ് ഹിം സോ മച്ച് ഇറിറ്റേറ്റഡ്. ഈ കാര്യങ്ങളിലൊക്കെയും തന്നെ അവന് കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ കൂടി ഹി വാസ് നോട്ട് വില്ലിങ് ടു സ്റ്റൂപ്പ് ടു ഹെർ ലെവൽ. അവളോട് തല താഴ്ത്താൻ അവന് തയ്യാറായിരുന്നില്ല. ദാറ്റ് മീൻസ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അവന് ഇഷ്ടമില്ലായിരുന്നു. ആൻഡ് ഓൾസോ ഹി കൺസിഡേർഡ് ഇറ്റ് ആസ് എ ത്രില്ലിംഗ് മാറ്റർ. ഇതൊരു നിസ്സാരമായ, ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്നാണ് ഡ്യൂക്ക് പറയുന്നുള്ളത്. അടുത്തത് നോക്കാം, സെക്ഷൻ 4 ലൈൻസ് 35 to 47. ഇതും മുമ്പത്തെ കണ്ടിന്യൂസ് തന്നെയാണ് പറയുന്നുള്ളത്. ഇറ്റ് ഈസ് എ ത്രില്ലിംഗ് മാറ്റർ. അവളുടെ മുമ്പിൽ തല താഴ്ത്താന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്കസ്റ്റിംഗ് മാറ്റർ. ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. നമുക്കിതിൽ നിന്ന് എന്ത് കാണാം? അദ്ദേഹം ഭാര്യയോട് സംസാരിക്കുന്നതിന് പകരം ഹീ ഈസ് ടു കംഫർട്ടബിൾ ടു ടോക്ക് ടു ദാറ്റ് സ്ട്രേഞ്ചർ. അവളോട് പറയുന്ന കാര്യം ഈ ഒരു സ്ട്രേഞ്ചറിനോടാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുള്ളത്. മേ ബി ഇത് അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. ദെൻ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഞാൻ അവളുടെ മുമ്പിൽ പോകുന്ന സമയത്തൊക്കെ അവൾ എന്നോട് സന്തോഷപൂർവ്വം സ്മൈല് ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്മൈൽ എനിക്ക് മാത്രമല്ല, അവളുടെ അടുത്ത് പോകുന്ന ഈച്ച് ആൻഡ് എവ്രി വൺ അവർക്ക് ഈ ഒരു സ്മൈല് കിട്ടുന്നുണ്ടായിരുന്നു. ദെൻ ഹി കമാൻഡഡ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവനൊരു ഭരിക്കുന്ന ഒരു ആണിനെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. മീൻസ് അവളോട് സ്നേഹത്തോടെ പറയുകയല്ല അവനവിടെ ചെയ്തിട്ടുള്ളത്. ഹി കമാൻഡഡ്. അവളോട് പേടിപ്പിച്ച് കമാൻഡ് ചെയ്യുകയാണ് ചെയ്തുള്ളത്. സോ അത് കാരണം എന്തായി? ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗെദർ. അവളുടെ എല്ലാ സന്തോഷവും അതോടെ അവസാനിച്ചു. ഇവിടെ നമുക്ക് ഡച്ചസിൻ്റെ ഈ ഒരു വിഷമകരമായ അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നുള്ളത്. ഷി വാസ് എ ലവ്ലി ആൻഡ് എ ഹാപ്പി എക്സ്പീരിയൻറ്റ് പേഴ്സൺ. എല്ലാത്തിലും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അവൾ. പക്ഷേ ഈ ഡ്യൂക്കിൻ്റെ കമാൻഡ് കാരണം അവളുടെ എല്ലാ സന്തോഷവും നിലച്ചുപോയി. പിന്നീട് അദ്ദേഹം വീണ്ടും ആ ഒരു പെയിൻറ്റിങ്ങിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ദർ ഷീ സ്റ്റാൻഡ്സ് ആസ് ഇഫ് അലൈവ്. അവളിതാ അവിടെ ജീവനോടെ നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഡ്യൂക്ക് ഈ ലിസണറിനോട് ഡൗൺ സ്റ്റെയേഴ്സിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ദെൻ സെക്ഷൻ 5 ലൈൻസ് 47 to 56. ഇവിടെ ഡ്യൂക്കിൻ്റെ ലിസണറിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് തരുന്നുള്ളത്. ആ നാട്ടിലെ
കൗണ്ടിൻ്റെ സെർവൻ്റ് ആയിരുന്നു ഈ ലിസണർ എന്നുള്ളത്. ഈ ഒരു കൗണ്ടിൻ്റെ ഡോട്ടർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാരേജ് പ്രപ്പോസലുമായിട്ടാണ് ഈ ഒരു സെർവൻറ്റ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സെർവൻറ്റ് ഡ്യൂക്കിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ളത്. ദെൻ ഡ്യൂക്ക് പറയുന്നുണ്ട് ഹിസ് ഫെയർ ഡോട്ടർ. ഫെയർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നതായിരുന്നു ഫെയർ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു മാഡം, മാം എന്നൊരു റെസ്പെക്റ്റിൽ വിളിക്കുന്നുണ്ടായിരുന്നത് പണ്ട് ഫെയർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹിസ് ഫെയർ ഡോട്ടർ ഈസ് ഹിസ് ഒബ്ജക്റ്റ്. ഞാനതിനെ ഒരു ഒബ്ജക്റ്റ് പോലെ കാണാം. മീൻസ് ഒരു മനുഷ്യന് കൊടുക്കേണ്ട കൺസിഡറേഷൻസ് ആൻഡ് ഫീലിങ്സ് അല്ല അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനത്തിനെയാണ് നമ്മൾ അവിടെ വെക്കണം വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അവളെ നോക്കിക്കോളാം. ഒരു ഒബ്ജക്റ്റിനെ പോലെ കൺട്രോൾ ചെയ്തിട്ട്, അവളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ അതിനെ നോക്കിക്കോളാം. ഒരു മനുഷ്യനുള്ള വാല്യൂസ് അദ്ദേഹം കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഇതിൽ കാണാം. പിന്നീട് അവർ രണ്ടുപേരും ഡൗൺ സ്റ്റെയേഴ്സിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് അവർക്ക് അവിടെ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാച്യു കാണാം. എസ്പെഷ്യലി ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരുന്നു ആ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് നെപ്റ്റ്യൂണിൻ്റെ സ്റ്റാച്യു ആയിരുന്നു. നെപ്റ്റ്യൂൺ ടേമിങ് എ സീ ഹോസ്. നെപ്റ്റ്യൂൺ എന്നുള്ളത് കടലിൻ്റെ ദൈവമായിരുന്നു. സീ ഹോസ് എന്നുള്ളത് ഹോസ് ആയിരുന്നു. സോ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് ഹോസിൻ്റെ മേലെ ഇരുന്നിട്ട് ഈ നെപ്റ്റ്യൂൺ ഇങ്ങനെ അമ്പ് കൊണ്ട് കുത്താൻ വേണ്ടി നോക്കുന്ന ആ ഒരു രൂപത്തിലായിരുന്നു ഈ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നത്. വിച്ച് സിംബലൈസസ് ദാറ്റ് നെപ്റ്റ്യൂണായി ഇവിടെ കാണുന്നുള്ളത് ഡ്യൂക്കിനെയാണ് ആൻഡ് സീ ഹോസായിട്ട് പറയുന്നുള്ളത് ഡച്ചസിനെയാണ്. സോ ഡച്ചസിനെ അദ്ദേഹം കുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡച്ചസിനെ അദ്ദേഹത്തിൻ്റെ വലയിൽ വെച്ചിട്ട് കൺട്രോളിങ് ചെയ്തിട്ട് അവളെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഡ്യൂക്കിൻ്റെ എയിം എന്നുള്ളത്. കൂടുതൽ അനാലിസിസിലേക്ക് പോകാൻ നമുക്കിവിടെ സ്പീക്കറിൻ്റെ ഡിറേഞ്ച്മെൻ്റ് ആണ് കാണുന്നുള്ളത്. ആൻഡ് ഓൾസോ സ്പീക്കറിൻ്റെ ആ ഒരു മാരേജ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളത് ബ്രൗണിങ്സിൻ്റെ റൈറ്ററിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാരേജ് കൊണ്ടുള്ള എക്സ്പ്ലോറേഷൻസ് ആണ് കാണുന്നുള്ളത്. മാരേജ് എന്നുള്ളത് ചൂഷണം ചെയ്യാണ്, ഒരു സ്ത്രീയെ സ്ലേവ് അടിമയാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന മാരേജ് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ അതിനെയാണ് ഇവിടെ ബ്രൗണിങ്സ് ചൂണ്ടിക്കാട്ടുന്നുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഗീവ്സ് എ മെസ്സേജ് ദാറ്റ് ഏതൊരു പുരുഷനെ കാണുന്നുള്ള സമയത്തും ഹി വാസ് എ ഗുഡ് പേഴ്സൺ. പക്ഷേ അവനൊന്ന് പവർ കൊടുത്തു നോക്കുക, അവൻ എങ്ങനെയാണോ പെരുമാറുന്നുള്ളത്, അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ മെസ്സേജ് എന്നുള്ളത്. തീമിലേക്ക് പോവാം. ദ മെയിൻ തീം ഈസ് പവർ ആൻഡ് എൻറ്റൈറ്റിൽമെൻറ്റ്. മുഴുവനായിട്ടും പവർ ആൻഡ് എൻറ്റൈറ്റിൽമെൻ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പവർ ആൻഡ് എൻറ്റൈറ്റിൽമെൻറ്റിനെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈനിൽ പറഞ്ഞ ആ ഒരു പെയിൻറ്റിങ് എന്നുള്ളത്, അതിൽ നിന്ന് തന്നെ നമുക്ക് പവർ ആൻഡ് എൻറ്റൈറ്റിൽമെൻറ്റ് കാണാം. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹർ ബീങ് നത്തിങ് മോർ ദാൻ എ പെയിൻറ്റിങ്ങിൻ്റെ അപ്പുറത്ത് അവൾ ഒന്നുമില്ല എന്നുള്ളതാണ് അവരിവിടെ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് തിങ്, ഈ ഒരു പെയിൻറ്ററിനെ താങ്ക്ഫുൾ ചെയ്യുന്നതിന് പകരം അവൻ പറഞ്ഞ ഒരു കോമൻറ്റിനെ വെച്ചിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവനോട് ദേഷ്യം വരികയും അവളോട് കൂടുതൽ ദേഷ്യം വരികയും ചെയ്യുകയാണ് അടുത്തതായി ചെയ്തിട്ടുള്ളത്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഈ ഒരു പെയിൻറ്റിംഗ് എന്നുള്ളത് ഒരു കേർട്ടൻ്റെ ബിഹൈൻഡിലാണ് അതുള്ളത്. സോ ഹിയർ ഓൾസോ വി ക്യാൻ സീ ദ പവർ ഓഫ് ദാറ്റ് ഡ്യൂക്ക്. പിന്നെ പറയാനുള്ളത്, അദ്ദേഹം സ്മൈലിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾ 900 years ഓൾഡ് നെയിമിനെ അവൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതിന് താങ്ക്ഫുൾ അവൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതും ഇതൊക്കെ തന്നെ നമുക്ക് പവർ ആൻഡ് എൻറ്റൈറ്റിൽമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ലൈൻസാണ്. പിന്നെ അവൾ കൂടുതൽ ഫ്രണ്ട്ലിനെസ് ആവുന്നുള്ളതും എല്ലാ കാര്യത്തിനും ഭയങ്കര പ്രയോറിറ്റി കാണിക്കുന്നത്, ഈ ഒരു കാര്യത്തിനൊക്കെ അദ്ദേഹം ഇഷ്ടമില്ലായിരുന്നു. ഇതിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോളിങ് കാണാൻ വേണ്ടി പറ്റും. പിന്നീട് ആ ഒരു സ്റ്റാച്യു കാണിക്കുന്നതിലൂടെ അദ്ദേഹം ഒരു ആർട്ട് ലവറാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെ തന്നെ നമുക്ക് പവർ ആൻഡ് എൻറ്റൈറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ലൈൻസ് എന്ന് തന്നെ പറയാം. ടു സം അപ്പ് വി ക്യാൻ സേ ദാറ്റ് ഒരാളിലുണ്ടാവുന്ന അമിതമായ അഹങ്കാരം എന്നുള്ളത് അവൻ്റെ പവറിനെ അവൻ അബ്യൂസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് അവനൊരു മോശം മനുഷ്യനായി മാറിത്തീരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൈ ലാസ്റ്റ് ഡച്ചസിൻ്റെ സമ്മറി, അനാലിസിസ്, മെസ്സേജ് ആൻഡ് തീം. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ഓൾ. ബൈ.